പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹലോ, അങ്ങനെ മൂന്നാർ ട്രിപ്പ് ഓണായി. വിശന്നപ്പോൾ നേരെ അടിമാലി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും ഞങ്ങൾ പോയത് ബുക്ക് ചെയ്ത റിസോർട്ടിലേക്കാണ്. ബ്രോഡ്ബീനിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള റിസോർട്ടായിരുന്നു. ഭയങ്കര സീനിക് പ്ലേസ് ഒന്നും ആയിരുന്നില്ല, പക്ഷേ നല്ല അടിപൊളി പീസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു റിസോർട്ട്. പിന്നെ ഞങ്ങൾ തണുപ്പ് എൻജോയ് ചെയ്യാനാണ് പോയത്, പക്ഷേ തണുപ്പൊഴികെ ബാക്കി എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന എൻ്റെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ. അങ്ങനെ റിസോർട്ടൊക്കെ എത്തി ഞങ്ങൾ മെല്ലെ സെറ്റിൽ ഡൗൺ ആയി തുടങ്ങി. ഞങ്ങൾ ലോബിയിൽ കീസ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജ് വരെ ഞങ്ങൾക്ക് റിസോർട്ടിലെ ഡ്രൈവർ എങ്കിൽ ലിഫ്റ്റ് തന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂം എത്തി. അത്യാവശ്യം നല്ല റൂമായിരുന്നു. 4 കോട്ടേജസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 2 താഴെ 2 മുകളിൽ. ഞങ്ങളുടെ കോട്ടേജിലോട്ടാണ് ഞങ്ങളീ പോകുന്നത്. ഞാനും ഷഹനാസും അഫ്സിയാണ് ഒരു റൂം ഷെയർ ചെയ്തത്. عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي تفوز عندي خوش فصلة يا اخي تفوز. നല്ല ഭംഗിയുള്ള വെൽ ക്ലീൻ ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു. പിന്നെ ഒരുപാട് ഗെയിംസ് ആൻഡ് എന്റർടൈൻമെന്റ്സ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഇവരെല്ലാം എന്താ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നേന്ന്? അങ്ങനെ ബാസ്ക്കറ്റ് ബോളൊക്കെ കളിച്ച് ട്രൈ ചെയ്ത് മടുത്തപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് നല്ല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടേഴ്സ് തൊട്ട് മെയിൻ കോഴ്സ് വരെ എല്ലാം അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. ബിരിയാണി, ചപ്പാത്തി, കുൽച്ച എല്ലാതും ഉണ്ടായിരുന്നു. പിന്നെ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഈ കയറ്റമായിരുന്നു ഒരു ടാസ്ക്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇൻഡോർ ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഡോർ ഗെയിംസിൽ പാമ്പുംകോണി ഉണ്ടായിരുന്നു, ക്യാരംസ് ഉണ്ടായിരുന്നു, ചെസ് ഉണ്ടായിരുന്നു, ബില്യാർഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്തായിരുന്നത് ഞാൻ മറന്നുപോയി. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് നോക്കുന്നൊരു വ്യൂ അത്യാവശ്യം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും കോഫി കുടിക്കാൻ ടൈമായി. അവർക്കറിയാ അങ്ങാട്ടി എന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. അതുമാത്രമല്ല പെഡൽ ബോട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ കാണാനും പിന്നെ ഒരു നമുക്ക് പീസ്ഫുള്ളായിട്ടിരിക്കാനും ഒരുപാട് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു നൈറ്റ് വ്യൂ കേട്ടോ. നൈറ്റിൽ പിന്നെ ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ പോയി. സ്റ്റാർട്ടേഴ്സിൽ തന്നെ തുടങ്ങി ഫ്രൂട്ട്സിൽ എൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും റൂമിലോട്ട് പോയി. പിന്നെ തിരിച്ച് ഞങ്ങൾ ക്യാമ്പ് ഫയറിനും വന്ന് അന്നത്തെ ദിവസം അങ്ങനെ അവസാനിപ്പിച്ചു. അപ്പം ശരി, ടാറ്റാ.